അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ വലിയ സൗഭാഗ്യമാണ് നമുക്ക് ഇത്തരം മജ്‌ലിസുകളിൽ ഒരുമിച്ച് കൂടാൻ കഴിയുന്ന ഭാഗ്യം. അല്ലാഹുവിനെ ഓർമ്മിക്കാൻ, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിക്കാൻ, സ്വലാത്തുകൾ ചൊല്ലാൻ, ദിക്റുകൾ വർദ്ധിപ്പിക്കാൻ, പ്രയാസങ്ങളെല്ലാം പടച്ച റബ്ബിന്റെ മുന്നിൽ സമർപ്പിക്കാനുള്ള മജ്‌ലിസുകൾ. സങ്കടമില്ലാത്തവരാരാണ് ലോകത്തുള്ളത്? വിഷമങ്ങളില്ലാത്തവർ ആരാണ് ലോകത്തുണ്ടാവുക? എല്ലാ ആളുകൾക്കും എത്ര വലിയ മുതലാളിയായാലും അദ്ദേഹത്തോട് അടുത്ത് നിൽക്കുമ്പോൾ ഏറ്റവും വലിയ മുതലാളിക്കാണ് ഏറ്റവും വലിയ ടെൻഷൻ ഉണ്ടാവുക. താമസിക്കാനാണ് സാധാരണ വീട് നിർമ്മിക്കുക, സമാധാനത്തോടെ താമസിക്കാൻ, സ്വസ്ഥമായി താമസിക്കാനാണ് വീട്. ഒരാളുടെ വീട് സാധാരണ ഒരു വീട്ടിനേക്കാൾ മികച്ചതാവുകയും നമ്മുടെ ചമ്പ്രാനത്തും പരിസരത്തൊന്നും ഇല്ലാത്ത വലിയ ഒരു വീടാണ് ഒരാൾ നിർമ്മിക്കുന്നതെങ്കിൽ ആ വീട്ടിന്റെ മുന്നിൽ ഇപ്പോൾ എല്ലാ സ്ഥലത്തും ഉണ്ട്, എന്നാലും ക്യാമറ നിർബന്ധമാണ്. അയാൾക്ക് അതിന്റെ ഉള്ളിൽ ശരിക്കും സ്വസ്ഥമായി ഉറക്കം കിട്ടൂല. കാരണം എത്ര വലിയ സൗകര്യമുള്ള വീടാണോ അവിടെയാണ് കൂടുതൽ കള്ളന്മാര് നോക്കുക. എന്തെങ്കിലൊക്കെ കാര്യമായിട്ട് കിട്ടും. റമദാൻ 27 അന്നാണ് തൃക്കരിപ്പൂർ ഒരു വലിയ വീട്ടിൽ ഒരു കൊലപാതകം നടന്നത്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. വലിയ ഒരു സൗകര്യം മനുഷ്യൻ ഉണ്ടാക്കിയെടുക്കുന്നത് സ്വസ്ഥമായി താമസിക്കാനാണ്. പക്ഷേ ആ സൗകര്യം തന്നെ കൂടുതലാകുമ്പോൾ മനുഷ്യൻ അതിന് കാവലിരിക്കേണ്ടി വരും. ബഹുമാനപ്പെട്ട ഇബ്രാഹിം അദ്ഹം റളിയല്ലാഹു അൻഹു, ഇബ്രാഹിം അദ്ഹം റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ നിന്ന് ഒരു ദീനാർ കൊണ്ട് ഒരാൾ ഇങ്ങനെ കളിക്കുകയാണ്. ദീനാർ എന്ന് പറഞ്ഞാൽ സ്വർണ്ണ നാണയം, ദിർഹം എന്ന് പറഞ്ഞാൽ വെള്ളി നാണയം. നമ്മൾ ഇപ്പോ കുവൈത്തിൽ കാണുന്ന ദീനാറും മലേഷ്യയിലുള്ള വെള്ളിയല്ല, അന്ന് ഉപയോഗിക്കുന്ന ഒരു പേരാണ് ദിർഹം, ദീനാർ. ഒരു ദീനാർ കൊണ്ട് ഒരാൾ ഇങ്ങനെ കളിക്കുന്നത് കാണുമ്പോൾ ഇബ്രാഹിം റളിയല്ലാഹു അൻഹു അദ്ദേഹത്തോട് ചോദിച്ചു, അല്ല നിങ്ങൾ എന്താ പണിയെടുക്കുന്നത്, ഇതെന്താ സാധനം? അയാൾ പറഞ്ഞു, ഇതെന്റെ ഒരു ദീനാറാണ് എന്ന് പറഞ്ഞു. ഇബ്രാഹിം റളിയല്ലാഹു അൻഹു അദ്ദേഹത്തോട് പറഞ്ഞു, ഇത് നിന്റേതല്ല, നീ ഇതിന്റേതാണ്. സദസ്സിൽ മനസ്സിലായില്ല? ഇയാൾക്കും മനസ്സിലായില്ല. ഇയാള് ചോദിച്ചു, അല്ല ശൈഖേ, നിങ്ങൾ എന്തായി പറഞ്ഞത്? ഇബ്രാഹിം റളിയല്ലാഹു അൻഹു വിശദീകരിച്ചു കൊടുത്തു, ഈ ഒരു ദീനാർ നീ ഖൈറിന് വേണ്ടി ചെലവാക്കുമ്പോഴാണ് ഇത് നിന്റേതാകുന്നത്. നീ ഇത് സൂക്ഷിച്ചു വെക്കുമ്പോൾ, നീ ഇതിനെ കൊണ്ടിങ്ങനെ പത്രാസ് കാണിക്കുമ്പോൾ നീ ഇതിന്റേതാവുകയാണ്. അതിനാ ഞാൻ പറഞ്ഞത്, മനുഷ്യന് ജീവിക്കാനാണ് പൈസ വേണ്ടത്, സമ്പത്ത് വേണ്ടത്. ഒരാളുടെ അടുക്കൽ കുറെ കൂടുതൽ പൈസ ഉണ്ടെങ്കിൽ പുറക്ക് കിട്ടൂല, പിന്നെ അയാൾ ആ പൈസക്ക് കാവലിരിക്കലാണ്, ഞാൻ പുറക്കുണ്ടാവൂല. തമാശക്ക് പണ്ട് പറയലുണ്ട്, കാവലിന് നായനെ വാങ്ങി, പക്ഷെ നായക്ക് 5 ലക്ഷം വില. ഇപ്പൊ ഇയാൾ നായനെ തട്ടിക്കൊണ്ടുപോകും നോക്കി, ഇയാൾ നായക്ക് കാവലിരിക്കാണ്. ഇതായി പറഞ്ഞത്, നീ അതിന്റേതാവുകയാണ് എന്ന് ബഹുമാനപ്പെട്ട ഇബ്രാഹിം റളിയല്ലാഹു അൻഹു. ഞാൻ പറഞ്ഞത്, എത്രമാത്രം ഭൗതികമായ സാഹചര്യങ്ങളും സുഖങ്ങളും കൂടുന്നുവോ അത്രമാത്രം മനുഷ്യന്റെ ഉറക്ക് നഷ്ടപ്പെടും, അത്രമാത്രം മനുഷ്യന് സങ്കടങ്ങൾ വരും, അത്രമാത്രം മനുഷ്യന് ഇടങ്ങേറുകളും ബുദ്ധിമുട്ടുകളും ഉണ്ടാകും. ഏത് ബുദ്ധിമുട്ടും ഇറക്കി വെക്കാനും, ഏത് സങ്കടങ്ങൾ തീർക്കാനും, എല്ലാ പ്രതിസന്ധികളിൽ നിന്നും രക്ഷ കിട്ടാനും ഏത് ഖൽബും മടങ്ങേണ്ടത് സൃഷ്ടാവായ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ച് നല്ല ധാരണയും വിശ്വാസവും ബോധവുമുള്ള ഒരു മുഅ്മിനായ മനുഷ്യൻ, അയാൾക്ക് എത്ര വലിയ സമ്പത്ത് കിട്ടിയാലും ഒന്നും സംഭവിക്കാനില്ല, അയാൾക്ക് എത്ര നഷ്ടപ്പെട്ടു പോയാലും ഒന്നും സംഭവിക്കാനില്ല. നിങ്ങൾ കേട്ടിട്ടുണ്ടാകും, ബഹുമാനപ്പെട്ട
ഗൗസുൽ ആദം മുഹയ്യദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി മുഹയ്യദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങളെ സംബന്ധിച്ച് മഹാനവറുകൾ ദർസ് നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ വലിയ ബിസിനസ്സുകാരനാണ്. വലിയ എന്ന് പറയുമ്പോ നമ്മൾ വിചാരിക്കേണ്ട ഒന്നും പുറത്തു പോകാത്ത ഒരാളല്ല, നല്ല ബിസിനസ് നടത്തുന്ന ആളാണ്. ഔലിയാക്കളുടെ നേതാവാണ്, ഖുതുബുൽ അഖ്താബാണ്. ദർസ് നടത്തുന്ന ഒരാൾ ഒരു സമയത്ത് ഒരാൾ വന്നിട്ട് പറയുന്നു, ശൈഖേ, നിങ്ങളുടെ കച്ചവടത്തിന്റെ ലാഭവുമായി തിരിച്ചു വരുന്ന വഞ്ചി അല്ലെങ്കിൽ കപ്പല് മുങ്ങിയതായി വിവരം കിട്ടിയിട്ടുണ്ട്, മെസ്സേജ് കിട്ടിയിട്ടുണ്ട്, വിവരം കിട്ടിയിട്ടുണ്ട്. ബഹുമാനപ്പെട്ട മുഹയ്യദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു ഇത് കേട്ടപ്പോൾ ഹൃദയത്തിന്റെ ഭാഗത്തേക്ക് നോക്കിയിട്ട് പറയുന്നു, അൽഹംദുലില്ലാഹ്. സദസ്സിലുള്ള ആളുകൾക്കൊക്കെ ഒരു ശിഷ്യന്മാർക്ക് മുരീദുമാർക്ക് ഒരു വിഷമം. കാരണം എന്താണ്? ഈ ഉസ്താദ് തന്നെ, ഈ ശൈഖ് തന്നെ പഠിപ്പിച്ചത് പരിശുദ്ധ ഖുർആനിലുള്ള ആയത്ത്, ഇദാ സ്വാബത്തുഹും മുസീബ ഖാലൂ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഒരു സങ്കടം വന്നാൽ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അർത്ഥം എന്താണ്? ഇന്നാ ലില്ലാഹ്, നിശ്ചയം ഞങ്ങൾ അല്ലാഹുവിൻ്റെതാണ്, വ ഇന്നാ ഇലൈഹി റാജിഊൻ, നിശ്ചയമായി നമ്മൾ റബ്ബിലേക്ക് മടങ്ങുന്നവരാണ്. ഉമ്മ മരണപ്പെട്ട് മകൻ വാർത്ത കേൾക്കുമ്പോൾ അറ്റാക്കായിട്ട് മകൻ മരിക്കേണ്ടതില്ല. കാരണം എന്താണ്? ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അത് ഖൽബിൽ തിളക്കമുള്ള വിശ്വാസം. ആ വിശ്വാസത്തിന്റെ പ്രതിഫലനം നാവിലൂടെ വരേണ്ടതാണ്. ഞാൻ തന്നെ എന്റെ റബ്ബിൻ്റെതാണ്, എനിക്ക് തന്നെ എന്നിൽ അധികാരമില്ല, എനിക്ക് തന്നെ എന്നെ നിയന്ത്രിക്കാനുള്ള കഴിവില്ല. എന്റെ താടി കുറച്ച് നാളുകൾക്ക് മുമ്പ് നല്ല കറുത്ത താടിയാണ്, അതിപ്പോ ഇടക്കിടക്ക് വെളുക്കാൻ തുടങ്ങി. എന്റെ മക്കള് എന്റെ പാസ്പോർട്ടിലെ ഫോട്ടോ എടുത്തിട്ട് ഇങ്ങനെ നോക്കിയിട്ട് പറയണ, ബാപ്പാന്റെ താടിയൊന്നും നരച്ചിട്ടില്ല. വോട്ടർ ലിസ്റ്റിന്റെ പരിപാടി വരെയല്ലേ, പാസ്പോർട്ട്, ID കാർഡ്, പ്രൂഫെല്ലാം ഇങ്ങനെ വരുന്ന സമയത്ത് മക്കള് പഴയ ഫോട്ടോ എടുത്തിട്ട് പറയണം, വാപ്പാന്റെ കൊണ്ടോ ഈ സമയത്ത് വാപ്പാന്റെ താടി ഒന്നും നരച്ചിട്ടില്ല. അപ്പൊ താടിയെല്ലാം ഏകദേശം നരക്കാൻ തുടങ്ങി. എനിക്ക് അധികാരമുണ്ടായിരുന്നെങ്കിൽ ഞാൻ ഭയങ്കര സംഭവമാണ് എന്നല്ലേ എനിക്ക് തോന്നുന്നത്. ഹംസ മിസ്ബാഹി എന്ന് കേൾക്കും, ആരെങ്കിലും ഒരാൾ എഴുന്നേറ്റ്, ഞാൻ വരുമ്പോ എഴുന്നേറ്റ് നിന്നാൽ ആരെങ്കിലും ഒരാൾ കൈപിടിച്ചാൽ ഞാൻ ഭയങ്കര സംഭവമായി എന്നല്ലേ എന്റെ കൽബ് പറയുക. അല്ലാഹു നമ്മളൊക്കെ ചിത്രം ആക്കാതെ അല്ലാഹു നമ്മളെ രക്ഷപ്പെടുത്തി തരട്ടെ. അങ്ങനെ ഒരു അധികാരം ഒരാൾക്കുണ്ടാകുമായിരുന്നെങ്കിൽ എന്റെ താടിയുടെ, എന്റെ മുഖത്തെ രോമം വെളുക്കണ്ടെന്ന് എനിക്ക് തീരുമാനിക്കാമായിരുന്നു. അതൊരു കുറച്ചിലാണ്. ഞാൻ വയസ്സനായി നാളുകളുടെ മുമ്പിൽ തോന്നിപ്പിക്കാതിരിക്കാൻ ദിവസവും ക്യാമറക്ക് മുമ്പിൽ ഇങ്ങനെ സ്റ്റേജിൽ വാദം പറയുമ്പോ നല്ലൊരു കറുത്ത താടിയുള്ള ഒരു ചെറുപ്പക്കാരനാകാൻ വേണ്ടി എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷെ ഞാൻ എത്ര നിയന്ത്രിച്ചാലും എന്റെ താടി കറുപ്പിക്കാൻ എനിക്ക് കഴിയില്ല. അത് അള്ളാഹുവിന്റെ നിയന്ത്രണത്തിനുള്ളതാണ് എന്നാണ് ഞാൻ പറഞ്ഞത്. ഞാൻ ജനിക്കുമ്പോൾ എന്റെ ഉമ്മക്ക് അല്ലാഹു തആല ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകട്ടെ, എന്റെ ബാപ്പന്റെ ഖബർ അല്ലാഹു സ്വർഗ്ഗമാക്കട്ടെ. ഞാൻ ഈ ലോകത്തേക്ക് പ്രസവിച്ചു പോകുമ്പോൾ എന്റെ ഈ കണ്ണട എന്റെ മുഖത്തുണ്ടായിരുന്നില്ല. കുറെ കാലം സ്കൂളിൽ പഠിക്കുമ്പോ, കോളേജിൽ പഠിക്കുമ്പോ, ഉത്തർപ്രദേശിൽ കോളേജിൽ ബിരുദത്തിന് പോയപ്പോൾ ഒന്നും ഞാൻ കണ്ണട വെച്ചിരുന്നില്ല. ആദ്യത്തെ എന്റെ പ്രഭാഷണത്തിന്റെ CD-കൾ കണ്ടാൽ അതിലൊന്നും എന്റെ മുഖത്ത് കണ്ണട ഉണ്ടായിരുന്നില്ല. പിന്നെ എന്റെ കണ്ണിന്റെ കാഴ്ച മങ്ങാൻ തുടങ്ങിയപ്പോൾ എന്റെ കണ്ണിന്റെ മുഖത്ത്, എന്റെ മുമ്പ്, എന്റെ കണ്ണിന്റെ മേലെ ഞാൻ കണ്ണട വെച്ചിട്ടാണ് ഇപ്പോൾ നിങ്ങളെ കാണുന്നത്. ഇപ്പോൾ കുറെ കാലം കഴിയുമ്പോ കണ്ണട മെല്ലെ ടെസ്റ്റ് ചെയ്യും, കണ്ണൊന്ന് ടെസ്റ്റ് ചെയ്യും. പവർ മാറുമ്പോൾ കണ്ണടക്ക് പവർ കൂട്ടും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അവന്റെ നിഅമത്ത് നിലനിർത്തി തരട്ടെ. ഞാൻ പറഞ്ഞത്, ഞാൻ ഭയങ്കര സംഭവമാണെന്ന് എനിക്ക് തോന്നുകയാണെങ്കിൽ, ഞാനൊരു വലിയ അധികാരമുള്ള ആളാണെങ്കിൽ, എനിക്കെല്ലാറ്റിനും കഴിവുള്ള ഒരാളാണെങ്കിൽ എന്റെ കണ്ണിന്റെ മുമ്പിൽ കണ്ണട വെക്കണ്ട എന്നെനിക്ക് തീരുമാനിക്കാമായിരുന്നു. നടന്നില്ല. സഹോദരങ്ങളെ, ഇതുപോലെ മനുഷ്യൻ വളരെ ബലഹീനനാണ്, മനുഷ്യൻ ഒന്നിനും കഴിവില്ലാത്തവനാണ്. അതുകൊണ്ട് തന്നെ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. എന്ത് സങ്കടം വന്നാലും വലനബ്ലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഇ വനഖ്സിൻ മിനൽ അംവാലി വൽ അൻഫുസി വസ്സമറാത്തി വബശ്ശിരിസ് സ്വാബിരീൻ.
നിശ്ചയമായും നിങ്ങളെ നാം പരീക്ഷിക്കുക തന്നെ ചെയ്യും. ഖുർആനൊരു ശൈലി നിങ്ങൾ നോക്കൂ. അല്ലാഹു തആല പറയും നിങ്ങളെ ഞാൻ പരീക്ഷിക്കുക തന്നെ ചെയ്യും. നല്ല ഭയമിട്ടുകൊണ്ട്, നല്ല പേടിയിട്ട് തന്നുകൊണ്ട് നിങ്ങളെ പരീക്ഷിക്കും. നിങ്ങളുടെ കച്ചവടങ്ങളെ തകർത്തിട്ട് വലിയ സാമ്പത്തിക ബുദ്ധിമുട്ട് തന്നിട്ട് പരീക്ഷിക്കുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ക്ഷാമം തന്നിട്ട് പരീക്ഷിക്കുന്നതാണ്, വിശപ്പ് തന്നിട്ട് പരീക്ഷിക്കുന്നതാണ്. എന്നു മാത്രമല്ല, ഏറ്റവും അടുത്ത ആളുകൾ മരണപ്പെട്ടിട്ട് ഏറ്റവും ഇഷ്ടമുള്ള ആളുകളെ തിരിച്ചു വിളിച്ചിട്ട് നിങ്ങളെ പരീക്ഷിക്കുന്നതാണ്. ക്ഷമിക്കുന്നവർക്ക് സുവിശേഷം അറിയിക്കൂ നബിയേ, അവർക്ക് സന്തോഷം അറിയിക്കൂ നബിയേ. ആരാണ് ക്ഷമാശീലരെന്ന് അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നത്? അല്ലദീന ഇദാ സ്വാബതുഹും മുസീബ, അവർക്കൊരു സങ്കടം വന്നാൽ, ആ ക്ഷമിക്കുന്ന ആളുകൾക്കൊരു പ്രയാസം വന്നാൽ, ഒരാൾ മരിച്ചുപോയാൽ, അല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ട് വന്നു, ഒരു കച്ചവടം തകർന്നു, അല്ലെങ്കിൽ എന്തോ ഒരു സങ്കടം, ഒരു വലിയ സംഗതി, ഒരു പ്രയാസം നേരിട്ടാൽ, ഖാലൂ, അവര് നല്ല ഉറച്ച മനസ്സോടെ പറയാണ്, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ, നിശ്ചയമായി ഞങ്ങൾ അല്ലാഹുവിൻ്റെതാണ്, വ ഇന്നാ ഇലൈഹി റാജിഊൻ, നിശ്ചയം നമ്മൾ റബ്ബിലേക്ക് മടങ്ങുന്നവരാണ്. ഉലൈക അലൈഹിം സ്വലവാത്തും മിർ റബ്ബിഹിം വറഹ്മ വ ഉലൈക ഹുമുൽ മുഹ്തദൂൻ, അവർക്ക് അല്ലാഹുവിന്റെ പ്രത്യേകമായ സ്വലാത്തുണ്ട്, കാരുണ്യമുണ്ട്, റഹ്മത്തുണ്ട്. അല്ലാഹുവിന്റെ ഖുർആനിന്റെ ഭാഷയാണ് ഞാൻ പറഞ്ഞത്. മഹാനായ ഗൗസുൽ ആദം മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങളുടെ സ്വത്ത് അടങ്ങുന്ന വലിയ ഒരു നഷ്ടം വരുന്ന നിലക്ക് കപ്പൽ മുങ്ങിയെന്ന് കേൾക്കുമ്പോ ഇന്നാ ലില്ലാഹി പറയാതെ, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറയാതെ അൽഹംദുലില്ലാഹ് എന്നാണ് മഹാനവറുകൾ പറയുന്നത്. കുറച്ചു കഴിഞ്ഞപ്പോൾ വേറൊരാൾ വന്നിട്ട് പറയുന്ന, ശൈഖേ, നിങ്ങളുടെ കപ്പൽ കരക്കടുത്തിട്ടുണ്ട്, നിങ്ങളുടെ കപ്പലല്ല, വിവരം തന്നാക്ക് മാറിപ്പോയതാണ്, വേറെ ഒരു കപ്പലാണ് അപകടത്തിൽപ്പെട്ടത്. സുബ്ഹാനല്ലാഹ്, ശിഷ്യന്മാർക്ക് വലിയ സമാധാനമായി. പക്ഷേ ഗുരുവര്യരായ തങ്ങൾ ഹൃദയത്തിന്റെ ഭാഗത്തേക്ക് നോക്കിയിട്ട് അപ്പോഴും പറയുന്നു അൽഹംദുലില്ലാഹ്. ഒരു ശിഷ്യൻ ധൈര്യസമേതം ചോദിച്ചു, അല്ല ഉസ്താദേ, ശൈഖേ, സാധാരണ ഒരു അപകടം പറ്റിയാൽ, ഒരു സങ്കടം വന്ന ഇന്നാ ലില്ലാഹി എന്നല്ലേ പറയേണ്ടത്? നിങ്ങളെ സ്വത്ത് പോയി, വലിയ നഷ്ടം സംഭവിച്ചു എന്നറിയുമ്പോൾ പറയുന്ന അൽഹംദുലില്ലാഹ് എന്നാണ്. തിരിച്ചു കിട്ടി വേറൊരാളുടെ കപ്പൽ മുങ്ങിയാലും സങ്കടം തന്നെയല്ലേ? അപ്പോഴും അൽഹംദുലില്ലാഹ് എന്നാണ് പറഞ്ഞത്. ഇതിന്റെ പൊരുളെന്താണ്? ബഹുമാനപ്പെട്ട ഗൗസുൽ ആദം മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങൾ പറയുന്നു, മക്കളെ, ശിഷ്യന്മാരെ, നിങ്ങൾ കേട്ടതിനൊന്നല്ല ഞാൻ ഹംദ് പറഞ്ഞത്. കപ്പൽ പൊങ്ങിയതോ മുങ്ങിയതോ വന്നതോ നഷ്ടമോ ലാഭമോ ഒന്നും എന്റെ മനസ്സ് കയറിയിട്ടില്ല. ഞാൻ ഇങ്ങനെ ദർശനം നടത്തുമ്പോ കേട്ടത് എന്റെ വലിയ ലക്ഷങ്ങൾ വില വരുന്ന, അല്ലെങ്കിൽ കോടികൾ വില വരുന്ന വലിയ ആസ്തിയുള്ള കപ്പൽ മുങ്ങുന്നു എന്നുള്ള വാർത്തയാണ് കേട്ടത്. അതൊരു വലിയ നഷ്ടമല്ലയോ? ഞാൻ എന്റെ ഹൃദയത്തിന്റെ ഭാഗത്തേക്കാണ് നോക്കിയത്. എന്റെ ഹൃദയം എപ്പോഴും ഇടിക്കുന്നത് അല്ലാഹ് 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 അല്ലാഹ്. എന്റെ ഹൃദയത്തിന്റെ താളം എപ്പോഴും ജലാലിയത്തിലാണ്, ദിക്റിലാണ്, ദിക്റിലാണ്. എന്റെ ഹൃദയത്തിന്റെ താളത്തിന് വല്ല തെറ്റും സംഭവിച്ചിട്ടുണ്ടോ? വലിയ നഷ്ടം വന്നപ്പോ അത് താങ്ങാൻ കഴിയാതെ ഹൃദയത്തിന്റെ മിടിപ്പിന് മാറ്റമുണ്ടോ? ഇല്ല, ഇല്ല. ഹൃദയത്തിന്റെ താളപ്പോഴും അല്ലാഹ് അല്ലാഹ് അല്ലാഹ്. ഞാൻ അല്ലാഹുവിനെ ഹംദ് പറയാൻ കാരണം, വലിയ സങ്കടം വരുന്ന, വലിയ പ്രയാസം നേരിടുന്ന, വലിയ ഒരു നഷ്ടം സംഭവിച്ചപ്പോഴും എന്റെ ഹൃദയത്തിന് നിന്റെ ജലാലിയത്തിൽ പിടിച്ചു നിർത്തിയല്ലോ, അൽഹംദുലില്ലാഹ്. എന്റെ ഹൃദയത്തിന്റെ മിടിപ്പ് മാറാത്തതിനാണ് ഞാൻ ഹംദ് പറഞ്ഞത്, കപ്പൽ മുങ്ങിയതിനല്ല. നഷ്ടപ്പെട്ടു എന്ന് കരുതിയ കപ്പലും വലിയ സമ്പത്തും തിരിച്ചു വന്നപ്പോ ആ സന്തോഷത്തിന്റെ, ആഹ്ലാദത്തിന്റെ തിമിർപ്പില് എന്റെ ഹൃദയത്തിന്റെ മിടിപ്പിന് മാറ്റമുണ്ടോ എന്ന് ഞാൻ നോക്കിയില്ല, ഇല്ല. അപ്പോഴും എന്റെ ഹൃദയത്തിന്റെ താളം അല്ലാഹ് അല്ലാഹ് അല്ലാഹ്. അപ്പോഴും ഞാൻ പറഞ്ഞു, റബ്ബേ, എന്ത് പോയാലും എന്ത് വന്നാലും അത് മുഴുവൻ നിന്റേതാണ്. എന്റെ ഹൃദയത്തിന്റെ താളത്തിന്റെ മിടിപ്പിന് മാറ്റം സംഭവിച്ചില്ലല്ലോ, അൽഹംദുലില്ലാഹ്.